ഓണമായിട്ട് നമ്മളെ വീട്ടിൽ അത്തയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറവ് വേറെ തന്നെയല്ലേ. അപ്പോൾ ആ കുറവ് വേണ്ട വെച്ചിട്ട് ഞാൻ പൂ വാങ്ങിക്കാൻ പോയിട്ടോ. അവിടെ പോയപ്പോൾ നല്ല വിലയായിരുന്നെങ്കിൽ എന്നാലും പോട്ടെന്ന് വെച്ചു. കാരണം ഇതൊക്കെ ഒരു ദിവസത്തെ സന്തോഷമല്ലേ, ലൈഫിൽ ഒരിക്കലും ഉണ്ടാവില്ല വെച്ചിട്ട് ഞാൻ പൂ വാങ്ങി. അത് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഫുള്ള് സെപ്പറേറ്റ് ആക്കി ഇറുത്തൊക്കെ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാലത്ത് അതിന് വേണ്ടിയിട്ടുള്ള നമ്മളെ തറയൊക്കെ നല്ല ചാണകമൊക്കെ മെഴുകി സെറ്റാക്കി വെച്ചു കേട്ടോ. ഫൈനൽ ടച്ച് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഗൈസ്, സത്യം പറയല്ലോ മനസ്സിനുണ്ടായൊരു സമാധാനം. കാരണം എൻ്റെ ലൈഫിൽ ഇത് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ അത്തമിടുന്നതും അല്ലെങ്കിൽ ഓണമായിട്ട് ഇങ്ങനെ ആഘോഷിക്കുന്നതൊക്കെ ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ അത്തപോലെ ഭയങ്കര അലിങ്ങിയിരിക്കുന്ന ടൈമിൽ അതേ അമ്മയുടെ ഇവിടെ അമ്പലത്തിൽ പോകേണ്ടേ വായോ പറഞ്ഞിട്ടു. അപ്പോൾ ഞാനും അമ്മയും കിട്ടും കൂടി നേരെ അമ്പലത്തേക്ക് വെച്ച് പിടിക്കുക കേട്ടോ. കിട്ടുന്ന മുഖം ഇരിക്കേണ്ടോ നിങ്ങൾ വേറെ ഒന്നുമല്ല കേട്ടോ. അത് ആലോചിക്കുന്നുണ്ട് എൻ്റെ അമ്മയും കൂടെ എന്നെ എവിടെ എന്നെ കൊണ്ടുപോകണമെന്ന് വെച്ചിട്ടേ ആളാലോചിച്ചിരിക്കുക. ആകെ അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ അങ്ങനെ അവിടെ എത്തിയപ്പോൾ തന്നെ മനസ്സ് ഫുള്ള് റീഫ്രഷായി. സത്യം പറയാമല്ലോ, ആരും ഉള്ളിലിരുന്ന് പറഞ്ഞത് എല്ലാം ഇനി നല്ലതായിരിക്കും അങ്ങനെ വിചാരിച്ച് തന്നെയാണ് ഞാൻ അമ്പലത്തിൽ പോയതും. എല്ലാവരും പുതിയ തുടക്കം ആവട്ടെ വെച്ചിട്ട് ദിവസം അയച്ച് അങ്ങനെ